Hello everyone, welcome back to Tales of Mobi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു ബിഫോർ സ്കൂൾ വ്ളോഗാണ് കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീയും അതുപോലെ തന്നെ മോർണിംഗ് റൂട്ടീനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബിഫോർ സ്കൂൾ വ്ളോഗാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ഒരു ആഫ്റ്റർ സ്കൂൾ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഈവനിങ് റൂട്ടീനൊക്കെ കാണിച്ചിട്ടുള്ളത്. അതിന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്സും നല്ല കമൻസൊക്കെ വന്നിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ടുഡേയ്സ് വീഡിയോ അബൌട്ട് ബിഫോർ സ്കൂൾ വ്ളോഗ്. അപ്പോൾ രാവിലെയുള്ള പ്രെയർ അതുപോലെ തന്നെ മോർണിംഗ് റൂട്ടീൻസ് കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഒന്നാമത് സമയമില്ല, രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവുന്നതിൻ്റെ ആ റഷ് കാരണം കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ മെയിൻലി ഉള്ള മോർണിംഗ് റൂട്ടീൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിച്ചു. രാവിലെ എല്ലാ ദിവസവും വെള്ളം കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് രാവിലെ, അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത അന്ന്, ഇത് കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ അന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ചപ്പാത്തി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടാണ് അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ നൂഡിൽസ് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അതിലെന്തെങ്കിലും മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കനോ അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. നൂഡിൽസ് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ആരും അനുകരിക്കാൻ നിൽക്കണ്ട. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം എടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നൂഡിൽസും മുട്ട ചിക്കിയതും അതുപോലെ കുറച്ച് സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സോസ് ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി, സാരയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നതിന് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചോറിടുന്നു, കറി ഒഴിക്കുന്നു, അങ്ങനെ പിന്നെ വീട് തൂക്കുന്നു, അങ്ങനെ വേറെ കുറേ പരിപാടീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. രാവിലെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങണം എന്നുള്ളത് കൊണ്ട്, ബസ് കറക്റ്റ് സമയത്ത് ബസ്സിന് കയറി പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ധൃതി പിടിച്ച് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അതിന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഞാൻ ഇതായിരുന്നു അന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഒരു വാച്ചൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ സ്കൂൾ ബാഗും പൊട്ടി ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന എൻ്റെ ഹാൻഡ് ബാഗ്. അപ്പോൾ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ മോർണിംഗ് റൂട്ടീൻ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇനി സ്കൂളിലേക്ക് പോവാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് UP സ്കൂൾ കരിമണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സബ് ജില്ലയിൽ വരുന്ന ഒരു സ്കൂളിലാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അന്ന് ഞാൻ ഇച്ചിരി ഇറങ്ങിയപ്പം കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇറങ്ങിയത്. എല്ലാം കഴിഞ്ഞ് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ടൈം ശ്രദ്ധിച്ചത്. കുറച്ച് നേരത്തെയായി. എന്നിട്ട് ഇവിടെ നിയർ ബൈ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എൻ്റെ ഇക്ക അല്ലെങ്കിൽ അത്ത കൊണ്ടുവിടും. ദെൻ അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ കിടന്ന് പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ജസ്റ്റ് ഒരു വ്ളോഗാണല്ലോ, ഒരു ബിഫോർ സ്കൂൾ വ്ളോഗ്. സ്കൂൾ എത്തുന്നത് വരെയുള്ള കുറച്ച് സീൻസൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതും. ബസ്സിൽ വെച്ച് അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ല, ഒന്നാമത്തെ കേസ്. രണ്ടാമതായിട്ട് ഞാൻ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് അന്യഗ്രഹ ജീവിനെ കാണുന്നുള്ള ഈ കുട്ടി എന്തി കിടന്ന് കാണിക്കുന്നേ എന്നുള്ളൊരു മട്ടിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ദെൻ നല്ല തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഒത്തിരി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ആൻഡ് ഫൈനലി ഐ റീച്ച്ഡ് മൈ സ്കൂൾ. ഞാൻ അങ്ങനെ സ്കൂളിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിയപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. എനിക്ക് ഈ ടൈമിൽ എത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് കുറച്ചധികം നേരത്തെ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല നേരത്തെയാണ് ഞാൻ വന്നത്. 9 മണി പോലും ആയിട്ടുണ്ടായിരുന്നില്ല, 8:45 കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നേരത്തെ സ്കൂളിലെത്തി. ഇതാണ് ഗവൺമെൻറ് UP സ്കൂൾ കരിമണ്ണൂർ. ഞാൻ ചെന്നപ്പോൾ അവിടെ ടീച്ചേഴ്സൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കുട്ടികളാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനായിരുന്നു സ്റ്റാഫ് റൂമിൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് എത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു 9 മണി 9:30 ഉള്ളിൽ, ആ ഒരു ടൈമിനുള്ളിലായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഫസ്റ്റ് ട്രിപ്പിന് വന്ന കുട്ടികളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 9:30 9:45 ആ ഒരു സമയത്തിനുള്ളിൽ കുട്ടികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് സ്കൂൾ അസംബ്ലി തുടങ്ങി. അങ്ങനെ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ബിഫോർ സ്കൂൾ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.
ആൻഡ് വൺ മോർ തിങ്, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.